പെരുമഴയത്ത് കുട പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടിവരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരം അല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ നഷ്ടങ്ങൾ തന്നെയാണ്. കാരണം ആ നഷ്ടങ്ങളിൽ ഏറെയും എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. 1000 പേരുടെ കൂടെ ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കാണെന്ന ഒരു ഉൾബോധം എപ്പോഴും നല്ലതാണ്. നാം മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങളെക്കാൾ വില കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ്. ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ക്കുകയില്ല. നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാനാകുന്നതിൽ പരിമിതികൾ ഒന്നുമില്ല. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെ തന്നെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേയൊരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരുമില്ല എന്നതാണ് സത്യം. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. നിങ്ങൾ പഠിച്ച കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് യാതൊരു മൂല്യവും ഇല്ല. പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് കൂടിയാണ്.